ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് നാം നല്ല വെള്ളിയാഴ്ചയായിട്ട് ആചരിക്കുവാണല്ലോ. കാൽവറി ക്രൂശിൽ മരിച്ച യേശുവിനെ ധ്യാനിക്കുന്ന ദിനം. ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ട വേദഭാഗം ഫിലിപ്പിയർ 2:5. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ചിന്താവിഷയം മനോഭാവം, ആറ്റിറ്റ്യൂഡ്. നമ്മൾ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എപ്രകാരം? പ്രതിസന്ധികളും പ്രശ്നങ്ങളും നാം നേരിടുമ്പോൾ നാം എങ്ങനെ പെരുമാറുന്നു? പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം എങ്ങനെ അതിനെ നേരിടുന്നു? ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ഇവിടെ പറയുമ്പോൾ ക്രിസ്തുവിൽ കാണുന്ന 3 ഗുണങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1. വിനയ മനോഭാവം, ഹംബിൾനെസ്. കാൽവറി ക്രൂശിൽ മരിച്ച യേശു മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസം ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ച് തങ്ങളുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെയും താഴ്മയുടെയും മാതൃക അവരെ കാണിച്ചു കൊടുക്കുന്നു. ഒരു യജമാൻ ആകാൻ ആഗ്രഹിക്കാതെ ഒരു ദാസനെ പോലെ തന്നെത്താൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷകനെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് അനുസരണം, ഒബീഡിയൻസ്. പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ പൂർണ്ണമായി അനുസരണത്തിൽ ജീവിച്ച കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ച കർത്താവ്. അവൻ പൂർണ്ണമായി അനുസരണത്തോടെ പിതാവുമായുള്ള ബന്ധത്തിൽ ജീവിച്ച കർത്താവ്. ക്രൂശ നമ്മളെ കാണിക്കുന്ന മാതൃക ഈ അനുസരണത്തിൻ്റെ മാതൃകയാണ്. മൂന്നാമതായി ക്ഷമയുടെ മാതൃക നമ്മളെ കാണിക്കുന്ന കർത്താവ്. ക്രൂശിൽ വേദനപ്പെടുന്ന കർത്താവ് മറ്റുള്ളവരെ തന്നെ ദുഷിക്കുമ്പോഴും പകയ്ക്കുമ്പോഴും തുപ്പുമ്പോഴും ശത്രു മനോഭാവം വെച്ച് പുലർത്തുമ്പോഴും താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാത്ത അവർ പെരുമാറുന്നു. ഈ ഒരു മനോഭാവം ശത്രുവിനെ സ്നേഹിക്കുവാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന കർത്താവിൻ്റെ മനോഭാവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമയോടുകൂടി ക്ഷമിക്കുവാനുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നാം സ്വീകരിക്കേണ്ടിയും പാലിക്കേണ്ടിയും ഒന്നാണ്. വിനയ മനോഭാവത്തോടുകൂടി പൂർണ്ണ അനുസരണത്തോടുകൂടി മറ്റുള്ളവരെ ക്ഷമിച്ചും നമ്മുടെ ജീവിതങ്ങളെ നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ആമേൻ.